നമസ്കാരം. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFിൻ്റെ പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. അതിൻ്റെ മുതൽ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാതയെപ്പറ്റി പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആ മുതൽ ഇച്ഛ വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്നു. അതായത് ഏറ്റവും മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇനി ഇതും പോരെങ്കിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ജി സുധാകരൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേട്ടുവെക്കാം. ദേശീയപാത നിർമ്മിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്, നമ്മളല്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഞാൻ PWD മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കേരള PWDക്കായിരുന്നു ദേശീയപാതയുടെ എല്ലാം ചുമതല. എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരുന്നു. അതങ്ങ് മാറ്റിയേ വരുത്തവണ. റിയാസ് വന്ന സമയം മുതൽ അവരതങ്ങ് ഏറ്റെടുത്തു. റിയാസിന് ഒരു കാര്യമില്ല, ഇവിടെ ഇപ്പോൾ ഒരു അധികാരമില്ല. അതാരും ഉത്തരവാദിയല്ല അദ്ദേഹം. ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായില്ലേ? ഇനി ഒരു മന്ത്രിയുടെ രോദനം ഒരല്പം കേട്ടുകളയാം. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ഈ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്താണ്. X or Y ആര് വേണമെങ്കിലും വകുപ്പ് മന്ത്രിയാവാം. മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ. കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. ഉള്ളത് പറയാമല്ലോ. ഇന്ന് ദേശീയപാതയുടെ ഉദ്ഘാടനവും മറ്റുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇവർ റോഡ് ഷോയും മറ്റുമൊക്കെ നടത്തി. പക്ഷേ സകല റോഡുകളിലും ദേശീയപാതയിലും ഇയാളുടെ കണ്ണീര് കൊണ്ട് പ്രളയമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഉള്ള കാര്യം പറഞ്ഞാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാൻ ഈ കാര്യത്തിൽ റിയാസിൻ്റെ കൂടെയാണ്, മുഹമ്മദ് റിയാസിൻ്റെ കൂടെയാണ്. ഇനി സംഘികളെ എന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല, ഞാൻ മുഹമ്മദ് റിയാസിൻ്റെ കൂടെയാണ്. കാരണം ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MP രാജേഷിനെയൊക്കെ വിളിച്ചായിരുന്നു. പക്ഷേ MP രാജേഷ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ പോയി. അപ്പോൾ SPG ആധാർ കാർഡോ ID കാർഡോ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി. അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ബാലിശമായിട്ടുള്ള കുറച്ച് ന്യായവാദങ്ങളൊക്കെ നിർത്തിയ ആൾ അത് ബഹിഷ്കരിക്കുന്ന ഒരു വാർത്ത കാണുകയുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലിശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് MP രാജേഷിൻ്റെ. മുഖ്യമന്ത്രി ഒഴിച്ച് സകല ആളുകളുടെയും അവിടെ ഈ SPG ID കാർഡ് ചോദിക്കും. അതാണ് ഇന്ത്യയിൽ മുഴുവൻ ഉള്ള പ്രോട്ടോക്കോൾ. ഒരു MP രാജേഷ് എന്നൊരു വ്യക്തി ഇവിടുത്തെ മന്ത്രിയാണ് എന്ന് SPGക്ക് അറിയണമെന്നൊരു നിർബന്ധമില്ല. കാരണം അമിത്ഷായെ പോലുള്ള അല്ലെങ്കിൽ ഈ രാജ്നാഥ് സിംഗ് ഇവരുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇവിടുത്തെ മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏത് മന്ത്രിയാണ് അല്ലെങ്കിൽ അവരുടെ വകുപ്പാണ് ഏതാണെന്ന് എന്ന് പോലും അറിയാത്ത നിരവധി മലയാളികൾ, വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടെയുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ അറിയാത്ത, അംബേദ്കറിനെ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കെ MP രാജേഷിനെ കണ്ടാൽ അതൊരു മന്ത്രിയാണ് എന്ന് അറിയണമെന്നില്ല SPGക്ക്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മുഖ്യമന്ത്രി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പരിവാരങ്ങളും ഈ 10-40 കാറും മറ്റുമൊക്കെ ഉള്ളപ്പോൾ തന്നെ SPGക്ക് അറിയാം അത് പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നറിയാം. പക്ഷേ ആ ഒരു രീതിയിലല്ലല്ലോ MP രാജേഷ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും MP രാജേഷിനോട് അവർ തിരിച്ചറിയ കാർഡ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ പേര് MP രാജേഷ് കടന്നുകൊണ്ട് ഈ രോധിക്കുന്നത് കണ്ടു. ഇവിടെയാണ് ഞാൻ മുഹമ്മദ് റിയാസിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ഈ MP രാജേഷിനെ വിളിക്കുന്ന സ്ഥാനത്ത് ഈ കരഞ്ഞു പോകുന്ന ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിച്ചാൽ പോരായിരുന്നോ? എന്തായാലും ഈ കേരളത്തിൽ എന്ത് പരിപാടി നടത്തിയാലും അതിൻ്റെ മുന്നിൽ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി നിൽക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് റിയാസ്. പ്രത്യേകിച്ചും കോഴിക്കോട് എന്തെങ്കിലും പരിപാടി നടത്തിയാൽ അതിൻ്റെ ഫ്രണ്ടിൽ കാണും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് സംഘടനയൊന്നുമില്ല, ഞാനായിരിക്കണം ഫസ്റ്റ് എന്ന രീതിയിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം സൽമാൻ ഖാൻ ഒരു പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് വന്നപ്പോഴും സൽമാൻ്റെ കൂടെ നിന്ന് വട്ടം കറങ്ങുന്ന കാഴ്ച കണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷമുള്ള ആളാണ് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി. അല്ലെങ്കിൽ തന്നെ രാവിലെ എണീറ്റിട്ട് ഒരു ഡ്രോണും പറപ്പിച്ചുകൊണ്ട് അത് ക്യാമറയൊക്കെ ഉണ്ട്, അതുമായിട്ട് ദേശീയപാതയിൽ കൂടെ നടന്ന് റീലെടുക്കുന്ന പരിപാടിയാണ് ആ മനുഷ്യനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ശരി മുഖ്യമന്ത്രിയുണ്ട്, പിന്നീട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മന്ത്രിനെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതിന് പകരം ഈ റിയാസിനെ വിളിച്ചാൽ പോരായിരുന്നു. പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കും? ആ മനുഷ്യൻ ഇന്ന് കരഞ്ഞ് മനുഷ്യൻ്റെ ഊപ്പാട് വന്ന് അവസാനം മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, നീ കരയേണ്ടട മോനെ, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ഒരു തുറന്ന ജീപ്പിൽ നീ കുറച്ച് റോഡ് ഷോ എങ്ങ് നടത്തിയേക്കെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച്, അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ ആശ്വസിക്കുന്നു. അല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇന്ന് ഉദ്ഘാടനം നടത്തിയ ഇന്ന് തന്നെ ഒരുപക്ഷെ ദേശീയപാതയെല്ലാം ഇയാളുടെ കണ്ണീർ പ്രളയത്തിൽ മുങ്ങി തകർന്നു പോയാൽ. പിന്നെ എന്തിന് ഈ വിവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് വിവാദമായാൽ മാത്രമേ അത് 4 പേര് അറിയൂ. നേരെ ചൊവ്വേ ഒരു കാര്യം നടത്തിയിട്ട് നേരെ ചൊവ്വേ ഒരു പത്രസമ്മേളനം നടത്തിയാലോ മാധ്യമ വാർത്തയാക്കിയാലോ ഒന്നും ഈ അന്തംഗമികൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കില്ല. യാഥാർത്ഥ്യം മനസ്സിലാവണമെങ്കിൽ മനഃപൂർവ്വം ഒരു വിവാദമുണ്ടാക്കണം. ആ മനഃപൂർവ്വമായ ഒരു വിവാദമാണ് ഇവിടെ കേന്ദ്രമുണ്ടാക്കിയത്. കേരളത്തിലെ BJPക്കാരല്ല, കേന്ദ്രമുണ്ടാക്കിയത്.
അവർക്കറിയാൻ പാലാത്ത കാര്യമൊന്നുമില്ല. ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് റിയാസ് എന്ന്. ആ റിയാസിനെ ഒഴിവാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മന്ത്രിയായ MP രാജേഷിനെ വിളിക്കുന്നു. അയാൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. റിയാസ് ഇല്ല, മുഖ്യമന്ത്രിയില്ല. അപ്പോൾ താൻ പോയാൽ എങ്ങനെ ശരിയാവും? അതിനാൽ അയാൾ ഒരു തട്ടാമുട്ടി ന്യായം കണ്ടെത്തി. SPG എന്നോട് ID കാർഡ് ചോദിച്ചു, അതിനാൽ ഞാനും ബഹിഷ്കരിക്കുന്നു. അപ്പോൾ മരുമോൻ മന്ത്രിക്ക് സന്തോഷമായി, BJPക്കും സന്തോഷമായി. കാരണം ദേശീയപാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി വന്ന് നടത്തുന്നു. ദേശീയപാതയെ പറ്റിയുള്ള എല്ലാ വാർത്തയും ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കും. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, മുൻ മന്ത്രി പറഞ്ഞ കാര്യം, അതായത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ പറഞ്ഞ കാര്യം. അപ്പോൾ ഈ രണ്ട് പേരുടെയും കാര്യങ്ങൾ കമ്മികളടക്കമുള്ളവർ കാണുമ്പോൾ അവർ മനസ്സിലാക്കും ദേശീയപാത പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെയാണ്, അതിൽ സംസ്ഥാനത്തിന് റോളൊന്നുമില്ല. പിന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നത്. അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് കേന്ദ്രമാണ്. പിന്നെ ഇവിടെ വലിയ താളത്തിൽ ഇവർ തള്ളി വെക്കാറുണ്ട് 5700 സംതിങ് കോടി രൂപ ഇവർ കൊടുത്തതാണെന്ന്. അതിൻ്റെ കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ 1 കിലോമീറ്റർ ദേശീയപാതയ്ക്ക് 50 കോടിയാണ് ആവുന്നതെങ്കിൽ ഇവിടെ 100 കോടി ചിലവാണ്. കാരണം ഇവിടെ സ്ഥലത്തിന് അത്രയേറെ വിലയാണ്, ഇവർക്ക് അത്രയും നഷ്ടപരിഹാരം കൂടുതൽ കൊടുക്കണം. അതിൻ്റെ ഒരു 25%, ഈ പാത പണിയുന്നതിൻ്റെ അല്ല, ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൻ്റെ 25% എങ്കിലും സംസ്ഥാനം കൊടുക്കണം എന്നൊരു ഉപാധി വെച്ചപ്പോൾ ആദ്യ സമയത്ത് കൊടുക്കാമെന്ന് പറയുകയും പിന്നീട് തങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗഡ്കരിക്ക് പിണറായി വിജയൻ കത്തയച്ചതിന് പ്രകാരം അദ്ദേഹം അതും ഒഴിവാക്കി കൊടുത്തു. അതായത് മൊത്തത്തിൽ ഏതാണ്ട് 5700 സംതിങ് കോടി കൊടുത്തിട്ടുണ്ട്, പിന്നീട് 5 പൈസ കൊടുത്തിട്ടില്ല. ഈ കടലിൽ കായം കലക്കുന്ന പോലെയാണ് ആ ഒരു തുക. കാരണം അത്രയും വലിയ കോടികൾ ഇതിനുവേണ്ടി, നമുക്കറിയാം 1 കിലോമീറ്റർ 100 കോടി ചിലവാകുമെങ്കിൽ ഇത്രയും ദൂരം വരുന്ന ഈ ദേശീയപാതകൾ പണിയാൻ എത്ര ആയിരം കോടികൾ വേണ്ടി വരും എന്ന് ആലോചിക്കുക. അപ്പോൾ അതിനകത്ത് ഈ 5736 അങ്ങനെയുള്ള കോടികൾ, അത് വളരെ ചെറിയൊരു തുകയാണ്. അതുപോലും പിന്നീട് കൊടുക്കുന്നില്ല എന്നാണ് അറിവ്. അത് പിന്നീട് പാർലമെൻറ്റിൽ നിതിൻ ഗഡ്കരി എന്ന കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ പറയുന്നുണ്ട്. പിണറായി വിജയൻ, അതായത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, തനിക്ക് കത്തയച്ചിരുന്നു, ഇനി ഈ പണം തരാൻ നിർവാഹമില്ല, ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഗഡ്കരി തിരിച്ചങ്ങോട്ട് വീണ്ടും ഒരു ഉപാധി വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നിർമ്മാണ സാമഗ്രികൾ വരുമല്ലോ, അതിൻ്റെ GST, സംസ്ഥാന GST ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അതും സാധ്യമല്ല എന്നാണ് കേരളം പറഞ്ഞത്, സംസ്ഥാനം പറഞ്ഞത്. അതായത് അതിൻ്റെ GST പോലും ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് പിന്നെ ഈ ദേശീയപാത ഉദ്ഘാടന സമയത്ത് അയ്യോ ഞങ്ങളെ വിളിച്ചില്ല, ഞങ്ങളും കൂടെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് കരയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി. ഇനി പാർട്ടിക്കാരനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞല്ലോ, ആ മുതൽ ഇച്ഛ വരെ, അതായത് A to Z കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ് എന്ന് പറഞ്ഞു. മുൻ മന്ത്രിയായ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത G. സുധാകരനും പറഞ്ഞു റിയാസിനൊന്നും ഇതിനകത്തൊരു റോളുമില്ലെന്ന്. പിന്നെ റിയാസ് എന്തിനാണ് ഈ കടന്ന് കരഞ്ഞത്? റിയാസിനെ മന്ത്രി എന്ന തലത്തിൽ വിളിച്ചില്ല എന്നത് അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. വെറുതെയെങ്കിലും പുള്ളിയെ വിളിക്കേണ്ടതായിരുന്നു. MP രാജേഷിനെ വിളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പകരം മുഹമ്മദ് റിയാസിനെ വിളിക്കേണ്ടതായിരുന്നു. എങ്കിൽ വിവാദമാവില്ലായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് നൈസായിട്ട് മുഹമ്മദ് റിയാസ് അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. കുറേ അന്തങ്ങളെങ്കിലും പറ്റിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നീ സുഖിക്കേണ്ട എന്ന് കേന്ദ്രം വിചാരിച്ചു. അതുകൊണ്ടാണ് ഇയാളെ ഒഴിവാക്കി മറ്റേയാളെ വിളിച്ചതും വിവാദമാക്കിയതും. അവരെ കുറഞ്ഞ പുള്ളികളൊന്നുമല്ല, ഇവറ്റകളെ വിറ്റ കാശും പോക്കറ്റിട്ട് നടക്കുന്ന ടീമാണ് അവിടെയുള്ളവർ. ഇപ്പോൾ മനസ്സിലായോ?